ഗൈസ്, ഇപ്രാവശ്യത്തെ ഓണം എനിക്ക് ഇത്തിരി സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ചാനലും 1 മില്യൺ ഫാമിലി ആയിട്ടുണ്ട്. എന്നെയും എൻ്റെ ഫാമിലിനെയും സ്നേഹിക്കുന്ന ഓരോരുത്തരോടും നന്ദിയും സ്നേഹവും കൂടെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നേർന്നുകൊണ്ട് ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ കുഞ്ഞു ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ? രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി തൊടിയിൽ പൂവിറുക്കാൻ പോകുന്ന പെൺതരികളെ ഒന്ന് സ്മരിക്കാൻ വേണ്ടി പൂക്കളില്ലാതെ വേലിമെന്ന് വെറുതെ പൂർത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ. ഓണമായാൽ ധാവണി, പട്ടുപാവാട, സാരി അങ്ങനെ ട്രഡീഷണൽ ഡ്രസ്സസിൻ്റെ ഒരു വരവാണ് അല്ലേ. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഡ്രസ്സിൽ നമ്മ പെൺപിള്ളേരെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാ. ഏത് അത് തന്നെ. ഇപ്രാവശ്യത്തെ പൂക്കളം സ്പെഷ്യലാണ് കേട്ടോ. ഇന്നലെ തന്നെ വിചാരിച്ചതാ പ്ലേ ബട്ടൺ വെച്ച് തന്നെ പൂക്കളം സെറ്റാക്കണമെന്ന്. വിചാരം എൻ്റേതായതുകൊണ്ട് തന്നെ പൂക്കളത്തിന്റെ ഡിസൈനും എൻ്റെ തലയിലായി. നടുക്കിത് വെക്കുകയും വേണം. ഓ, എൻ്റെ ഐഡിയ ആയിപ്പോയി. പിന്നെ കിച്ചേച്ചി അമ്മാമ ഒരു കൈ നോക്കിയിട്ടാ ഇതൊരു നടക്കി പോകൂലെന്ന് തോന്നിയ കിച്ചേച്ചി നടക്കണ ഒരു കാര്യമേ ഉള്ളൂ, ഫുഡ് അടിയാണെന്ന് പറഞ്ഞങ്ങ് പോയി. ഫുഡിന്റെ കാര്യത്തിൽ കിച്ചേച്ചി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പൂക്കളം ഞാൻ കിച്ചേച്ചിക്ക് കൈമാറി അടുത്ത പരിപാടിയിലേക്ക് തലയിടാന്ന് വിചാരിച്ചു. അവിടെ ചേച്ചി പൂക്കളം ഇട്ട് നമുക്ക് ഇവിടെ പാലട സെറ്റപ്പ് നോക്കാം. പാലടയുടെ ഉത്തരവാദിത്തം അമ്മാമയ്ക്കായിരുന്നു, നമ്മ സഹായികൾ. അങ്ങനെ ജിമ്മ് കഴിഞ്ഞെത്തുന്ന അളിയൻ വണ്ടിയിടാൻ സ്ഥലമില്ലാതെ അപ്പുറത്തെ പറമ്പ് നോക്കി പോവുകയാണ് ഗൈസ്. അങ്ങനെ പാലടയ്ക്കുള്ള ആദ്യ കൊള്ളി കത്തിയമരുകയാണ് ഗൈസ്. ഈ സമയം നമ്മുടെ ഹീറോ ഓടിയും ചാട്ടിയും നടന്ന് വീഡിയോ എടുക്കുകയാണ് ഗൈസ്. എല്ലാരും വാങ്ക, ഓൾവേസ് വെൽക്കംസ് യു. അപ്പൊ ചൂടായ ഉരുളിയിലേക്ക് ആദ്യം വെള്ളം ഒഴിക്കുക. ആ ചടങ്ങ് നിർവഹിച്ചത് നമ്മുടെ മൂത്ത കാരണവരായ അമ്മമ്മയാണ്. അതിനുശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. 1.5 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പാലൊഴിച്ചത്. ഈ 1.5 ലിറ്റർ വെള്ളം തിളച്ച് വറ്റുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതാണ് ഇതിലെ ടാസ്ക്. ഗ്യാസ് അടുപ്പിൽ പണിയെടുക്കുന്ന സുഖം ഈ അടുപ്പിൽ കിട്ടില്ല കേട്ടാ. ഇത് ഇത്ര എളുപ്പമല്ല. അടുപ്പിലെ ചൂട് പിന്നെയും സഹിക്കായിരുന്നു, പക്ഷെ ഈ പുകയാണ് അൺസഹിക്കബിൾ ആയിരുന്നത്. പൂക്കളത്തിന്റെ ഡിസൈൻ എവിടെ എത്താത്തോണ്ട് പാലട നിധീനെ അമ്മാമ്മനെ ഏൽപ്പിച്ച് ഞാനും കിച്ചേച്ചിയും പൂക്കളത്തിന്റെ മേലെയായി. പിന്നെ ഇതിന്റെ അവസാനം എന്താവെന്ന് ഊഹിക്കാൻ പറ്റുമോ ഗൈസ്? പാലട ഉണ്ടാക്കാൻ സഹായിച്ചാൽ മതി എന്ന് അമ്മാമ്മ പറഞ്ഞപ്പോ ഇളക്കി സഹായമാണെന്ന് വിചാരിച്ചില്ല. പലരും പല രീതിയിൽ പാലടനെ ഇളക്കി മറിച്ചുകൊണ്ടിരുന്നു. കയ്യിലുമെന്ന് കൈയെടുക്കാതെ ഇളക്കണമെന്നായിരുന്നു അമ്മാമ്മയുടെ ഓർഡർ. നിന്നും ഇരുന്നും വന്നവരെ കൊണ്ടും പോയവരെ കൊണ്ടും ഒക്കെ ഇരുന്ന് ഇളക്കിപ്പിച്ചു. ഇത് കുടിക്കണം അത്ര സുഖമില്ലാട്ട ഉണ്ടാക്കാൻ. അമ്മാമ്മ പോയ തക്കത്തിന് ഞങ്ങളുടെ വക ഒരു തിരുവാതിര കൂടെ ആയപ്പോ പാലട ഉഷാറായി. അടുത്ത ഇൻഗ്രീഡിയന്റിന്റെ ടൈമായപ്പോ ഷെഫ് എത്തിയിട്ടാ. കുറച്ച് പഞ്ചസാര ഇട്ട് പിന്നെ അത് തിളപ്പിച്ച് അതിന് ശേഷം അട ഇട്ടു. ഇനി പാലട കിടന്ന് തിളച്ച് സെറ്റാവട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് പണിയുണ്ട്. അതിനു മുന്നേ നമ്മുടെ പൂക്കളത്തിന്റെ ഡിസൈൻ ഒന്ന് കണ്ടോട്ടാ. എങ്ങനെയുണ്ട്? ഇട്ട് വന്നപ്പോൾ ലാസ്റ്റ് ഇതിലാണ് അവസാനിച്ചത്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവിടെ ഒരു റൊമാൻസ് വീഡിയോ ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ പാളിപ്പോയി ഗൈസ്. എയറിന്റെ ഈണം കൂടിയാ പിന്നെ എന്ത് റൊമാൻസ്? ഒന്നിച്ചിരുന്ന റൊമാൻസ് കിട്ടില്ല എന്നായപ്പോ ഒറ്റയ്ക്ക് എടുക്കാന്നായി. വലിയ മാറ്റമൊന്നും ഇല്ല. നമുക്ക് ഈ റൊമാൻസ് ഒന്നും സെറ്റ് ആവില്ലടാ. പൂമ്പാറ്റയ്ക്ക് തലയില്ല എന്ന് പറഞ്ഞ് തല വരയ്ക്കാനുള്ള ശ്രമത്തിലാണ് പിള്ളേര്. ഈ സമയം പാലട സെറ്റ് ആയിട്ടുണ്ടായിരുന്നു ട്ടാ. ഇനി നമുക്ക് സ്വല്പം ഓണക്കളികളിലോട്ട് പോവാം. ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഒരു നാടുണ്ടെങ്ങ് കണ്ണാടി പേരാണ്. അടിതട ചോടും വരുതിയിലാക്കിയ വീരുതന്മാരുടെ ഊരാണ്. റൗണ്ട് 1. റൗണ്ട് 2. അങ്ങനെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ മല്ലന്മാരെ തോൽപ്പിച്ച് ടീം എ വിജയിച്ചിരിക്കുന്നു. അടുത്തതായി ഉറിയടി മത്സരം. ഇത് ചാട് ചാട്.
ഉറിയടിക്കുന്ന ആളേക്ക് ആവേശമായിരുന്നു ഞങ്ങൾ ചിയർ ഗേൾസിന്. ഇത് കണ്ട് ഞങ്ങൾ അടുത്ത IPL വിളിക്കാതിരുന്നാ മതിയായിരുന്നു. ഞങ്ങളുടെ കമ്മിറ്റിക്കാർ അറുപ്പിശുക്കന്മാരായിരുന്നു ഗൈസ്. വെറും 2 കുടം വെച്ചിട്ടാണ് കളി തുടങ്ങിയത്. അവസാനം കമ്മിറ്റിക്കാർക്ക് കളിക്കാൻ പുതിയ കുടം വാങ്ങേണ്ടി വന്നു. കളിച്ച് അവസാനം അടിച്ചു പൊട്ടിക്കേണ്ടത് കൊടാണെന്നുള്ള കാര്യം മറന്ന് നമ്മുടെ കമ്മിറ്റിക്കാരൻ അടിച്ച് ആ വടി പൊട്ടിച്ചു. അതോടുകൂടി ചേട്ടന്റെ കളി ഞങ്ങൾ അവസാനിപ്പിച്ചു. ഇതാണ് ഗൈസ് എൻ്റെ അനിയൻ. അങ്ങ് പഴൂരിൽ നിന്ന് ഇറക്കിയതാ. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൊടം പൊടിച്ചത് ഇതായി മുതലാണ് കേട്ടോ. ഇതോടുകൂടി ഇപ്രാവശ്യത്തെ ഓണക്കളികൾ ഞങ്ങൾ അങ്ങ് അവസാനിപ്പിച്ചു. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.